ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖല്ലേ? ഇന്ന് നമുക്ക് അപ്പുവിന്റെയും കുഞ്ഞിയുടെയും മിന്നുവിന്റെയും കഥ കേട്ടാലോ? പണ്ട് പണ്ട് ഒരു വീട്ടിൽ ഒരു കുഞ്ഞു പൂച്ചക്കുട്ടി ഉണ്ടായിരുന്നു. നല്ല ഭംഗിയുള്ള കുഞ്ഞു പൂച്ചാനവൻ. ദൂരെയുള്ള മറ്റൊരു വീട്ടിലാണ് അവൻ ജനിച്ചത്. ഭംഗിയുള്ള അവനെ അവിടെ ഈ വീട്ടിലേക്ക് അപ്പോൾ അവന്റെ അച്ഛനോട് പറഞ്ഞ് അവർ വാങ്ങിയതാണ് ഈ പൂച്ചക്കുഞ്ഞിനെ. അപ്പു എന്നാണ് എല്ലാവരും അവനെ വിളിക്കുന്നത്. അപ്പുവിനെ നല്ലോണം സ്നേഹിക്കുന്നുണ്ട് ഈ വീട്ടിലുള്ളവർ. അവന് കുടിക്കാൻ പാല് കൊടുക്കും, കഴിക്കാൻ മീൻ കൊടുക്കും, മുട്ട, ചിക്കൻ, അങ്ങനെ അവരെല്ലാം വാങ്ങിക്കൊടുക്കും. പിന്നെ എപ്പോഴും അവിടത്തെ കുട്ടികളെ എടുക്കും, കളിപ്പിക്കും. എന്നാലും അപ്പുവിന്റെ ഉള്ളിൽ വലിയ വിഷമമാണ്. കാരണം അവന്റെ അമ്മയെ കാണാത്തതുകൊണ്ടാണ്. അപ്പുവിന് അമ്മ മാത്രമേ ഉള്ളൂ. അമ്മയുള്ളത് മറ്റേ വീട്ടിലാണ്. അമ്മയും അപ്പുവിനെ കാണാതെ വിഷമിക്കുന്നുണ്ട്. അപ്പു എപ്പോഴും ആലോചിക്കും, ഇവിടെയുള്ളവർ വളരെ നല്ല ആളുകളാണ്. പക്ഷെ എനിക്ക് എങ്ങനെയെങ്കിലും ഇവിടുന്ന് പുറത്തു കടക്കണം. എന്നിട്ട് എന്റെ അമ്മയുടെ അടുത്തെത്തണം. എന്റെ അമ്മ അവിടെ തനിച്ചാണ്. എനിക്ക് പോകണം. ഒരു ദിവസം അവൻ വീട്ടിനു വെളിയിൽ മുറ്റത്തിരിക്കുകയായിരുന്നു. എങ്ങനെ പോകും എന്നാലോചിച്ച് വിഷമിച്ചിരിക്കുന്ന അപ്പുവിനെ ദൂരെ മരത്തിലിരുന്ന് ഒരു തത്ത കാണുന്നുണ്ടായിരുന്നു. തത്ത അവനെ കുറേ നേരം ശ്രദ്ധിച്ചു. അവൻ കരയുന്നത് കണ്ടപ്പോൾ തത്ത അവന്റെ അടുത്തേക്ക് പറന്നു ചെന്നു. എന്നിട്ട് തത്ത അപ്പുവിനോട് ചോദിച്ചു, "എന്തിനാ പൂച്ചക്കുട്ടാ നീ വിഷമിച്ചിരിക്കുന്നത്? വീട്ടുകാർ എന്തെങ്കിലും വഴക്ക് പറഞ്ഞോ?" അപ്പോ അപ്പു പറഞ്ഞു, "അതൊന്നുമല്ല തത്ത പെണ്ണേ, എനിക്ക് എന്റെ അമ്മയെ കാണാതെ വിഷമം വന്നിട്ടാ." അപ്പോൾ തത്ത പറഞ്ഞു, "എന്റെ പേര് മിന്നു എന്നാണ്. നിന്റെ പേരെന്താ പൂച്ചക്കുട്ടാ?" "അപ്പൂന്നാ എന്റെ പേര്." അവൻ മറുപടി പറഞ്ഞു. "നിന്റെ അമ്മ അപ്പോൾ എവിടെയാ മിന്നു?" ചോദിച്ചു. "ഇവിടെ അടുത്തു തന്നെ ഏതോ വീട്ടിലുണ്ട്. എനിക്ക് അങ്ങോട്ട് പോകാൻ വഴി അറിയില്ല." അപ്പു പറഞ്ഞു. നീ കുഞ്ഞി പൂച്ചയുടെ മകനാണോ?" തത്ത ചോദിച്ചു. "അതെ, എന്റെ അമ്മയെ അവിടെ എല്ലാവരും കുഞ്ഞി എന്നാ വിളിക്കുന്നത്." "മിന്നൂനറിയോ എന്റെ അമ്മ എവിടാന്ന്?" അപ്പു ചോദിച്ചു. "അറിയാം, കുഞ്ഞിപ്പൂച്ച എന്റെ കൂട്ടാണ്. എന്നോട് പറയാറുണ്ട് നിന്റെ കാര്യങ്ങൾ. നിന്നെ കാണാതെ കുഞ്ഞിയും വളരെ ദുഃഖത്തിലാണ്." തത്ത പറഞ്ഞു. "എന്നെ അമ്മയുടെ അടുത്തെത്തിക്കാമോ?" അപ്പു ചോദിച്ചു. "നിന്റെ അമ്മ കുറച്ചു ദൂരെയാണുള്ളത്. നീ എന്റെ കൂടെ വന്നാൽ നീ കുഞ്ഞല്ലേ, നിന്നെ ആരെങ്കിലും ഉപദ്രവിക്കും. പിന്നെ റോഡിൽ നിറയെ വാഹനങ്ങളാണ്. ശ്രദ്ധിച്ചു പോയില്ലേ, അപകടം സംഭവിക്കും. അതുകൊണ്ട് നീ ഇവിടെ നിൽക്ക്. ഞാൻ പോയി നിന്റെ അമ്മയോട് പറയാം. എന്നിട്ട് വേണ്ട പോലെ ചെയ്യാം." തത്ത പറഞ്ഞു. അപ്പുവിന് വലിയ സന്തോഷമായി. "ശരി മിന്നു, ഞാൻ ഇവിടെ കാത്തിരിക്കാം." "ശരി, ഞാൻ പോയിട്ട് വരാം," മിന്നു പറഞ്ഞു. എന്നിട്ട് പറന്നു പോയി. നല്ലൊരു ചങ്ങാതിയെ കിട്ടിയ സന്തോഷത്തിൽ അപ്പു അവിടെ കാത്തുനിന്നു. അങ്ങനെ മിന്നു പറന്ന് കുഞ്ഞിപ്പൂച്ചയുടെ വീട്ടിലെത്തി. കുഞ്ഞിപ്പൂച്ചയെ അറിയില്ലേ കൂട്ടുകാരേ? അപ്പൂന്റെ അമ്മയാണ് കുഞ്ഞിപ്പൂച്ച. "കുഞ്ഞീ!" മിന്നു ഉറക്കെ വിളിച്ചു. മിന്നുന്റെ വിളി കേട്ട കുഞ്ഞി വെളിയിലേക്ക് വന്നു. "എന്താ മിന്നു?" കുഞ്ഞി ചോദിച്ചു. "കുഞ്ഞീ, നിന്റെ മകനെ ഞാൻ ഇന്ന് കണ്ടു. അപ്പൂനെ ഞാൻ കണ്ടു. അവൻ നിന്നെ കാണാതെ വിഷമിച്ചിരിക്കുകയാണ് അവിടെ. എന്റെ കൂടെ ഇങ്ങോട്ടേക്ക് പോരാൻ നിന്നതാണ്. ഞാനാണ്, നീ കുഞ്ഞാണ്, എന്തെങ്കിലും ആപത്ത് വന്നാലോ എന്ന് പറഞ്ഞ് അവനെ കൊണ്ടുവരാഞ്ഞത്." ഇതൊക്കെ കേട്ട് കുഞ്ഞിയുടെ കണ്ണ് നിറഞ്ഞു. അവൾക്ക് സന്തോഷമായി. കുഞ്ഞി പറഞ്ഞു, "മിന്നു, ഞാൻ വരാം. എനിക്ക് അപ്പൂനെ കാണണം." "ശരി, വാ, നമുക്ക് പോകാം," മിന്നു പറഞ്ഞു. കുഞ്ഞി ആരും കാണാതെ വീട്ടിൽ നിന്നും വെളിയിലിറങ്ങി. മിന്നു കുഞ്ഞിക്ക് വഴി കാണിച്ചുകൊണ്ട് പറന്നു. കുഞ്ഞി മിന്നൂന്റെ പിന്നാലെ ഓടി. അങ്ങനെ അവർ അപ്പൂന്റെ വീട്ടിലെത്തി. ദൂരെ നിന്നും അമ്മ വരുന്നത് അവൻ കാണുന്നുണ്ടായിരുന്നു. അമ്മയെ കണ്ട് അവൻ സന്തോഷത്തോടെ ഓടിച്ചെന്ന് കുഞ്ഞിയെ കെട്ടിപ്പിടിച്ചു. കുഞ്ഞിക്കും വലിയ സന്തോഷമായി. കുഞ്ഞി അവനെ കെട്ടിപ്പിടിച്ചു. അവനെ ഉമ്മ വച്ചു. ഇതെല്ലാം കണ്ട് മിന്നു തത്തയുടെ കണ്ണു നിറഞ്ഞു. തങ്ങളെ വീണ്ടും ചേർത്തു നിർത്താൻ സഹായിച്ച മിന്നുനോട് അപ്പുവും അമ്മയും നന്ദി പറഞ്ഞു കെട്ടിപ്പിടിച്ചു. ഒരു യഥാർത്ഥ സുഹൃത്തിനെ കിട്ടിയതിൽ അപ്പുവും അമ്മയും മിന്നുനോട് വീണ്ടും നന്ദി പറഞ്ഞു. കുഞ്ഞിയെ കണ്ട വീട്ടുകാർക്ക് മനസ്സിലായി കുഞ്ഞി അപ്പുന്റെ അമ്മയാണെന്ന്. അവർ കുഞ്ഞിയെയും അവരുടെ കൂടെ നിർത്തി. അങ്ങനെ അപ്പുവിന്റെയും അമ്മയുടെയും സങ്കടമെല്ലാം മാറി സന്തോഷത്തോടെ അവർ അവളെ ജീവിച്ചു. അപ്പോൾ അപ്പുവിന്റെയും അമ്മയുടെയും മിന്നുവിന്റെയും കഥ മുഴുവനും കേട്ടോ? കഥ ഇഷ്ടമായോ? കഥ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനേ, പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.